ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. യുവജനങ്ങളുടെ അർപ്പണബോധമാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമർപ്പണബോധവും ഒരു ടീമായി പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അതികഠിനമായ പ്രവൃത്തികളിൽ പോലും വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മൻ കി ബാത്തിന്റെ 128 പതിപ്പിലൂടെ രാജ്യത്തെ പൌരന്മാരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രയാൻ 3 ദൌത്യം വിജയിപ്പിച്ചതിലൂടെ പരാജയത്തെ മറികടന്ന് കെട്ടിപ്പടുത്ത ആത്മവിശ്വാസത്തിന്റെ വിജയമാണ് രാജ്യം കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കാർഷിക മേഖലയിൽ 357 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപാദനത്തോടെ ഭാരതം ഒരു ചരിത്ര റെക്കോർഡ് സൃഷ്ടിച്ചതായും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഡിസംബർ 19 വരെയാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേർന്നു. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള തീയതി ഡിസംബർ 4 നിന്ന് 11 വരെ നീട്ടി. ഡിസംബർ 16 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. 2026 ഫെബ്രുവരി 14 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ 81% എന്യൂമറേഷൻ ഫോമുകളുടെയും അപ്ലോഡിംഗ് പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഫോം ഇതുവരെയും പൂരിപ്പിച്ച് നൽകാത്തവർ എത്രയും വേഗം BLOമാർക്ക് കൈമാറണം. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ശാരീരികമായി വെല്ലുവിളി നേരിടുന്നവർ ഉൾപ്പെടെ പട്ടികയിൽ ചേർക്കാൻ വിട്ടുപോയവരെ ചേർക്കുന്നതിനാണ് ഇനി കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുകയാണ്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചാരണവും തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും വാർഡുകളിൽ സജീവമാണ്. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. സംസ്ഥാനത്ത് 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ ഇടുക്കിയിൽ പുരോഗമിക്കുകയാണ്. മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്രരും ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ പ്രചാരണം ശക്തമാക്കി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 52 പഞ്ചായത്തുകൾ, 2 മുനിസിപ്പാലിറ്റി, 8 ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കായി ഇടുക്കിയിൽ ആകെ 3102 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 1550 പുരുഷന്മാരും 1552 സ്ത്രീകളുമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വോട്ട് ഉറപ്പാക്കുന്നതിനായി LDF, UDF, NDA മുന്നണികൾ ദേശീയ, സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുയോഗങ്ങളും ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തങ്ങളുടേതായ നിലയിൽ പ്രചരണ രംഗത്തിറങ്ങിയതോടെ മത്സരരംഗം ചൂടുപിടിച്ചു. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുധനാഴ്ച കേരളത്തിലെത്തും. അന്ന് രാജ്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി പിറ്റേ ദിവസം ഡൽഹിക്ക് മടങ്ങും. തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാളെ സമ്പൂർണ്ണ റിഹേഴ്സൽ നടക്കും. മണ്ഡല മകരവിളക്ക് സീസൺ 15 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 13 ലക്ഷത്തിലേക്ക്. 12,47,954 തീർത്ഥാടകരാണ് നവംബർ 16 മുതൽ നവംബർ 30 വരെ ദർശനം നടത്തിയത്. ഗുരുവായൂർ ഏകാദശി നാളെ. ദേവസ്വം വക ഉദയാസ്തമയ പൂജയോടെ ഏകാദശി സമുചിതമായി ആഘോഷിക്കാനുള്ള ഒരുക്കം പൂർത്തിയായതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ സ്പെഷ്യൽ ദർശനം അനുവദിക്കില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ മൊഴി രേഖപ്പെടുത്തി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഇളക്കി മാറ്റാൻ അനുവാദം നൽകിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കത്തിലെ നിർദ്ദേശം അനുസരിച്ചാണെന്ന് തന്ത്രി മൊഴി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ബലാത്സംഗ പരാതിയിൽ രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി. മുൻകൂർ ജാമ്യ ഹർജി ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നും എത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. ഇടുക്കി തൊടുപുഴ പുളിയൻ മല സംസ്ഥാന പാതയിലെ കുരുതിക്കളം ഹെയർപിൻ വളവിൽ വാൻ അപകടത്തിൽപ്പെട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 17 യാത്രക്കാർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം. സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ സംസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം കോഴിക്കോട് കുനിയിൽ കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് കൊയിലാണ്ടി ടൗൺ ഹാളിലും പൊതുദർശനമുണ്ടാകും. ഡിത്വ ചുഴലിക്കാറ്റ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങൾക്ക് സമാന്തരമായി വടക്കോട്ട് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.